ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ആര്യ. ഞാൻ ബ്യൂട്ടി ആൻഡ് ഫാഷൻ റിലേറ്റഡ് കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീനാണ് ഫോർ ടീനേജേഴ്സ് വിത്ത് ഡ്രൈ സ്കിൻ. അപ്പോൾ നിങ്ങളൊരു 13 to 19 ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ദിസ് സ്കിൻ കെയർ റുട്ടീൻ ഇസ് ഫോർ യു. ആൻഡ് ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഇറ്റ് യു ക്യാൻ ഓൾസോ അച്ചീവ് എ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദി വീഡിയോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ റീഫ്രഷിങ് ഫേസ് വാഷ് ആണ്. ഇത് വളരെ ജെൻറ്റിൽ ആൻഡ് മൈൽഡ് ആണ്. നമ്മളുടെ ഫേസിലെ ഡേർട്ട് ഓയിലിനെയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും വിതൗട്ട് മേക്കിംഗ് അവർ സ്കിൻ ഡ്രൈ. നിങ്ങൾക്ക് ഏതൊരു ജെൻറ്റിൽ ക്ലെൻസർ ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ബട്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഹാർഷ് ക്ലെൻസേഴ്സ് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അതിലുള്ള കെമിക്കൽസ് ഒക്കെ നമ്മളുടെ ഫേസിലെ നാച്ചുറൽ ഓയിൽസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഫീൽ ആവും. കുറച്ച് എമൗണ്ടിലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തൊരു 30 സെക്കൻഡ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നോർമൽ വാട്ടർ കൊണ്ട് അത് വാഷ് ചെയ്യുക. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യരുത്. അപ്പം നമ്മളുടെ ഫേസിലെ നാച്ചുറൽ ഓയിൽസിനെ ഇത് സ്ട്രിപ്പ് ഓഫ് ചെയ്യും. എന്നിട്ട് നല്ലൊരു ക്ലീൻ ടവൽ വെച്ച് പാറ്റ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ഫേസ് കുറച്ചും കൂടെ ഫ്രഷ് ഫീലായി തോന്നും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈഡ്രേഷൻ ആണ്. അതിനായിട്ട് ഞാൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ ടോണർ നല്ല ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ടോണർ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ യൂസ് എ ഹൈഡ്രേറ്റിംഗ് ടോണർ ഓർ എ റോസ് വാട്ടർ. ഇത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് കാം ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഫേസിൽ ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജെന്റ്ലി അതൊന്ന് പാറ്റ് ചെയ്യുക. ഇത് നാച്ചുറലി ഒരു 60% അതൊന്ന് ഡ്രൈ ആക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ. ഞാനിവിടെ പോൺഡ് സൂപ്പർ ലൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ ബേസ്ഡ് ആണ്, നോൺ സ്റ്റിക്കി ആണ് ആൻഡ് ഈസിലി നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആവും. ഇതൊരു നോർമൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്ക് ആവും. നിങ്ങൾക്കൊരു വെരി ഡ്രൈ ഓർ ഫ്ലേക്കി സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള തിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങൾ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ടോണർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിലും ഡാം സ്കിന്നിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത് നമ്മളുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നന്നായി റീറ്റെയിൻ ചെയ്യും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് 1 to 2 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ അപ്വേർഡ് മോഷനിൽ മസാജ് ചെയ്യുക. ഇത് നമ്മളുടെ സ്കിൻ നല്ല സോഫ്റ്റായും ഹെൽത്തി ആക്കാനും ഹെൽപ്ഫുൾ ആണ്. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. ഈവൻ ഇഫ് യു സ്കിപ്പ് ടോണർ, സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് നമ്മളുടെ സ്കിന്നിനെ സൺ ഡാമേജ് ആൻഡ് ടാനിങ്ങിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ 2 ഫിംഗർ റൂൾ വെച്ച് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഇനഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ കുറച്ചെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ടാനിങ്ങും സൺ ഡാമേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം നെക്കിലും ഇയേഴ്സിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതൊരു 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് അത് അബ്സോർബ് ആക്കുക. ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈമിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി സ്കിൻ കിട്ടും. ലാസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ലിപ് ബാം ആണ്. എൻ്റെ ലിപ്സ് നല്ല ഡ്രൈ ആണ്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ലിപ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ലിപ് ബാം യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നും ഇതുപോലെ നല്ല ഡ്രൈ ആൻഡ് ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ കുറച്ച് ദിവസം ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ടീനേജേഴ്സിന് ഒത്തിരി സ്കിൻ കെയർ ലെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ടേക്ക് എ പ്രോപ്പർ ഡയറ്റ്, കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, ഫോളോ ദിസ് 3 സ്റ്റെപ്പ് റൂട്ടീൻ. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.